ജാറങ്ങൾ പാവപ്പെട്ട സാധാരണക്കാരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിക്കാൻ ആത്മീയമായ ഒരു ബന്ധം ആവശ്യമാണ് എന്ന് കെട്ടിച്ചമച്ച് സാധാരണക്കാരന്റെ മനസ്സിനെ ജാറവുമായി മരിച്ചുപോയ മഹാന്മാരുമായി ബന്ധിപ്പിച്ച് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ആവശ്യപ്പെടുന്ന പുരോഹിതന്മാരുടെ കപടമുഖമാണ് ജാറങ്ങൾ. അള്ളാഹുവിനെ നിഷേധിക്കലാണ്, അള്ളാഹുവിനെ കുഫ്ർ ചെയ്യലാണ് ജാറം. ഒരുത്തൻ ജാറത്തിൽ ചെന്നിട്ട് തങ്ങളെ എന്ന് വിളിച്ചാൽ അവൻ കാഫിറാണ്. എന്തുകൊണ്ട്? അല്ലാഹു തആല റഹ്മാൻ എന്ന സിഫത്തിനെ നിഷേധിച്ചവനാണ് അവൻ. എന്താണ് റഹ്മാൻ? അർത്ഥം നിങ്ങൾ എന്നെ നോക്കി, നിങ്ങൾ മലയാളികളല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താണ് നമുക്ക് ഉസ്താദുമാർ അർത്ഥം വെച്ചത്? നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരല്ലേ പണ്ട്? ബിസ്മില്ലാഹി, അള്ളാന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. എങ്ങത്തെ അല്ലാഹ്? അർ റഹ്മാൻ. എന്താണ് അർത്ഥം? വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ അല്ലാഹ്. ഇതല്ലേ നമുക്ക് പണ്ട് ഉസ്താദുമാർ വെച്ച് തന്നിരിക്കുന്ന മദ്രസയിൽ വെച്ച്. പിന്നെ എങ്ങത്തനല്ല അർ റഹീം, ഇവിടെ വഴിപ്പെട്ടവർക്ക് ആഖിറത്തിൽ പ്രത്യേക പ്രതിഫലം കൊടുക്കുന്നവനല്ല. ഇവിടെ റഹ്മാൻ എന്ന ഇസ്മിന്റെ മഅന എന്താണ് അർത്ഥം? വഴിപ്പെട്ടവർക്കും ഈ പുരോഹിതന്മാര് കച്ചക്കള്ളമല്ലേ ഉമ്മത്തോട് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നല്ലവരല്ല, നമ്മൾ സൽക്കർമ്മികളല്ല, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല, നമ്മൾ തോന്നിവാസം ചെയ്യുന്നവരാണ്, അതുകൊണ്ട് അള്ളാഹ് നമുക്ക് തരൂല, അള്ളാഹുമായിട്ട് നമുക്ക് അടുപ്പമില്ല, അള്ളാഹു നമ്മൾ ഒരു അകലത്തിലാണ്, അതുകൊണ്ട് അള്ളാഹായിട്ട് അടുത്തവരെ പിടിച്ചാലേ നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന് കള്ളം പറഞ്ഞിട്ടല്ലേ ഈ പാവപ്പെട്ട സാധാരണക്കാരനെ ജാറത്തിലെത്തിയിട്ടവരെ വിശ്വാസത്തെയും വിവരക്കേടിനെയും ചൂഷണം ചെയ്ത് പുരോഹിത വർഗം കോടീശ്വരന്മാരായി ജീവിക്കുകയല്ലേ ഇവിടെ? കള്ളം പറഞ്ഞിട്ട് ഈ ജാറത്തിൽ പോയിട്ട് ആവശ്യ പൂർത്തീകരണത്തിന് കിഞ്ചുന്നവൻ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിച്ച കാഫിറല്ലേ? എന്താണ് റഹ്മാൻ എന്ന ഇസ്മിന്റെ മഅന? അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അപ്പൊ മതത്തിന്റെ ആവശ്യമില്ല, ജാറത്തിന്റെ ആവശ്യമില്ല എന്നല്ലേ ഈ മഅന വാക്കിന്റെ അർത്ഥം? അല്ലെങ്കിൽ റഹ്മാൻ വാക്കിന്റെ അർത്ഥം പറഞ്ഞതാ കൂട്ടരെ. റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം വെറുതെ അങ്ങ് പോയ സംഖ്യ നടക്കൂലല്ലോ. റഹ്മാൻ ഭൂമിയിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കും ജൂതന്മാർക്കും നസാറാക്കൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും ഫാസിസ്റ്റുകൾക്കും ദുനിയാവിന്റെ ആവശ്യം ഒരുപോലെ നൽകുന്നവൻ എന്നല്ലേ റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് അവരെ അർത്ഥമുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അള്ളാഹുമായിട്ട് അടുപ്പമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഔലിയാക്കന്മാർക്ക് പോകുന്നത്. കള്ളമല്ലേ? അള്ളാന്റെ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കലല്ലേ? അള്ളാന്റെ റഹ്മത്ത് എന്ന സിഫത്തിനെ നിഷേധിക്കലല്ലേ? അതുകൊണ്ട് തന്നെ ജാറത്തിൽ പോകുന്നവൻ ഒന്നാമതായി കാഫിറാണ്. എന്താണ് അവൻ കുഫ്ർ ചെയ്തത്? അള്ളാഹുവിന്റെ ഇസ്മിനെ അവൻ കുഫ്ർ ചെയ്തു. അള്ളാഹ് പറഞ്ഞതിനെ അവൻ ലംഘിച്ചു. അള്ളാഹ് പറയുന്നു ഞാൻ റഹ്മാനാണ്, നിങ്ങൾ പറയുന്നു എനിക്ക് നീയുമായിട്ട് അടുപ്പമില്ല. ഏതാ അംഗീകരിക്കേണ്ടത്? അള്ളാഹ് പറയുന്നു ഞാൻ റഹ്മാനാണ്, എനിക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരാം, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ നിന്നോട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു വ്യവസ്ഥയും ഞാൻ വെച്ചിട്ടില്ല, ഞാൻ വാരി കോരിത്തരാം, അത് എന്റെ ഹക്കാണ്, അടിമകൾക്ക് നൽകാമെന്ന് ഞാൻ ഏറ്റതാണ്. എന്നിട്ട് നാം ആവശ്യ പൂർത്തീകരണത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് അജ്മീറിലേക്ക് പോയാൽ നാഗൂരേക്ക് പോയാൽ കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ കാഫിർ അല്ലെങ്കിൽ പിന്നെ ആരാണ്? അവൻ എന്തിനാണ് കുഫ്ർ ചെയ്തത്? റഹ്മാൻ എന്ന ഇസ്മിനെയാണ് അവൻ കുഫ്ർ ചെയ്തത്. അള്ളാഹ് പറയുന്നു നീ ഏത് മതക്കാരനായാലും മക്കളെ തരുന്നത് ഞാനാണ്. നാം പറയുന്നു അള്ളാഹുമായിട്ട് അടുപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് മക്കളെ കിട്ടൂല, അതുകൊണ്ട് ജാറത്തെ അജ്മീറിലെ തങ്ങളെ പിടിച്ചാൽ കിട്ടും. ഇത് അള്ളാന്റെ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കലല്ലെങ്കിൽ പിന്നെ എന്താണ്? രണ്ടാമത് സംഭവിക്കുന്നത് ശിർക്കാണ്. എന്താണ് ശിർക്ക്? അല്ലാഹു റബ്ബാണ് എന്ന കാര്യം നാം നേരത്തെ അല്ലാഹു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഷഹിദിന ഖാലു ബലാ ഷഹിദിന, ഭൂമിയിലെത്തിയാൽ നീയാണെല്ലാം എന്ന് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കരാർ കൊടുത്തിട്ടുണ്ട് അല്ലാഹ്ക്ക്. ആ കരാറിന്റെ ലംഘനമാണ് ജാറങ്ങൾ വഴി മുസ്ലിമീങ്ങൾ നടത്തിയത്, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഷിയാക്കൾ നടത്തിയത്. ആ കരാറിന്റെ ലംഘനമാണത്. ആകാശ ലോകത്ത് അല്ലാഹ് കൊടുത്ത ഉറപ്പെന്താണ്? നീയാണ് റബ്ബ്, സൃഷ്ടിക്കുന്നവൻ നീ, നിയന്ത്രിക്കുന്നവൻ നീ, കൽപ്പിക്കുന്നവൻ നീ, അത് ഞാൻ തെളിയിക്കും, ജീവിച്ച് തെളിയിക്കും. ഷഹീദിന, ഭൂമിയിലെത്തിയാൽ ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഇവൻ പറയുന്നു അള്ളാഹുവിൻ്റെ അടുത്ത് കിട്ടണമെങ്കിൽ തങ്ങൾ വേണം, അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടണമെങ്കിൽ ജാറം വേണം. എങ്കിൽ നീ ആ കൊടുത്ത കരാറിന്റെ അടിസ്ഥാനം എന്താണ്? ആകാശ ലോകത്ത് വെച്ച് നീ റുബൂബിയത്തിൽ കൊടുത്ത ഷഹാദത്ത് നീയുടെ ബാത്തിലാക്കി തീർത്തിരിക്കുകയാണ്. ഈ ഔലിയാക്കളെ റുബൂബിയത്തിൽ പങ്കു ചേർക്കുക വഴി നീ കുഫ്റിലാണ്. രണ്ടാമത്തത്, ഔലിയാക്കൾ വിചാരിച്ചാലേ എന്റെ കാര്യം നടക്കൂ എന്ന നിന്റെ വിശ്വാസം, അതുകൊണ്ട് രണ്ടാമതായി നീ ശിർക്കിലാണ്. അപ്പൊ കാഫിറും മുശ്രിക്കുമാണ് ജാറവുമായി ബന്ധമുള്ളവൻ എന്നർത്ഥം.